ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔയക്കൂന മുസ്തറക്കൻ, അല്ലെങ്കിൽ ഈ ജുസ് മുസ്തറക്കനാണ് ഈ കേട്ടോ. പക്ഷേ ലാക്കിൻ ലാ തമാമൽ മുസ്തറക്കി, പക്ഷേ ഫുൾ മുസ്തറക്കാവില്ല. മുമയ്യിസല്ല, എന്നാൽ ഈ ഒരു വസ്തുവിനെ ഒരു ഹഖീഖത്തിനെ അത് വേർതിരിക്കുകയും ചെയ്യും. അതിന് മുഷാരിക്കാത്തി ബി ജിൻസിൽ ബഈദി, ജിൻസ് ബഈദ് ഖുറാനോട് വേർതിരിക്കും. ജിൻസ് കരീബാകുന്ന, ഇപ്പോൾ ഇൻസാനെ കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഇൻസാനെ എന്തൊരു വേർതിരിക്കൊന്നുമില്ല, ഹിമാറിനത്തോട് നായികത്തോട് വേർതിരിക്കൂല. അതേ സ്ഥലത്തിൽ ഇതൊരു കല്ലൊന്നും അല്ല, അതൊരു ചെടിയാണ് എന്നുള്ള അതിനെ തിരിപ്പോൾ ജിൻസ് ബഈദിൽ കൂറാതൊട്ട് വേർതിരിക്കുന്നതാണെങ്കിൽ ഫഹുവ ഫസ്ലും ബഈദുൻ, അതിനെന്ത് പറയും? ഫസ്ല് ബഈദ് അറിയാം. ഉദാഹരണം പറയാം, ഹസ്സാസ് അറിയാം, ഹസ്സാസാണ് അറിയാം. ഇൻസാൻ എന്താ വെച്ചപ്പോൾ എന്താ പറയുക? അത് പിന്നെ ഹസ്സാസാണ് കാരണം. ഈ ഹസ്സാസാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ജിൻസല്ല, ഫസ്ലാണ്. പക്ഷെ ഫസ്ല് ബഈദാണ്. നോക്കുക എന്തുകൊണ്ട് വായിച്ച് ബിൻ നിസ്ബത്തിൽ ഇൻസാനുകൾ ചേർത്ത് നോക്കുമ്പോൾ ഹസ്സാസ് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രനെ കൊണ്ട് അറിയുന്നത് ഹസ്സാസ് കാരണമാണ്. എന്താണ് അതിന് ബഈദാണ് പറയാൻ കാരണം? ഫഇന്നഹു മയ്യിസുല്ലഹു, ഈ ഹസ്സാസ് എന്നത് ഇൻസാനെ വേർതിരിക്കും. അതിന് മുഷാരിക്കാതെ ജിൻസി നാമി, ജിസ്മു നാമി എന്ന് പറയുന്ന രണ്ടാമത്തെ ജിൻസ്. ഇൻസാൻ്റെ ഏറ്റവും അടുത്തുള്ള ജിൻസ് ഏതാണ്? ഹൈവാൻ. അതിൻ്റെ മേലുള്ളതാണ് ജിസ്മു നാമി, അതിൻ്റെ മേലുള്ളതാണ് ജിസ്മു ഉത്ര, അതിൻ്റെ മേലാണ് ജോഹർ. അപ്പോൾ ഇൻസാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഹസ്സാസാണെന്ന് പറഞ്ഞപ്പം ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് എന്ത് മനസ്സിലായി? അത് മരല്ലാന്ന് മനസ്സിലായി. അപ്പം ജിൻസ് ബഈദാവുന്ന ജിസ്മു നാമിയൽ ഖുറാനെ തൊട്ട് വേർതിരിക്കും. അല്ലദീ ജിൻസുൽ ബഈദു, ജിൻസ് ബഈദാണല്ലത്. അപ്പോൾ യുഅറഫു, ഞാൻ താരീഫ് പറഞ്ഞുതരാം. എന്താണ് പിന്നെ ഫസ്ല് നോക്കുക. ഫസ്ല് താരീഫ് അറിയപ്പെടും അന്നഹു കുല്ലിയുൻ, അതൊരു കുല്ലിയാണ്. മഖൂലും പറയപ്പെടുന്ന ഫി ജവാബി അയ്യു ഷൈഇൻ ഫീ ജൗഹരിഹി, അതിൻ്റെ തടിയിൽ അടങ്ങി നിൽക്കുന്ന വസ്തു എന്താണോ എന്ന് ചോദിക്കുന്നതിന് മറുപടി. നാത്തിക്കിലിൽ ഇൻസാനി, ഇൻസാനോട് ചേർത്ത് പറയുമ്പോൾ നാത്തിക്ക് അറിയും പോലെ. നാഹിക്കിലിൽ ഹിമാരി, ഹിമാനൊക്കെ ചേർത്ത് നോക്കുമ്പോൾ നാഹിക്ക് അറിയും പോലെ. പിന്നെ കുതിരനൊക്കെ ചേർത്ത് നോക്കുമ്പം സ്വാഹിൽ എന്നൊക്കെ പറയും പോലെ. പിന്നെ വൈൻകാന ഹാരിജൻ, വിഷയം തന്നെ മാറി. അപ്പം ഇതിപ്പോൾ എന്താ ഇനി ഇതുവരെ പറഞ്ഞതൊക്കെ പിന്നെ അകത്തുള്ള ഇനി അത് ഒന്ന് തമാമായത്. രണ്ടാമത്തത് ജുസ് ആയിക്കണ്, അത് പലതിനും പറയാൻ പറ്റും. മറ്റ് ജുസ് ആയിന് ഒന്നിന് മാത്രം പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ നൗവും കഴിഞ്ഞു, ജിൻസും കഴിഞ്ഞു, ഫസലും കഴിഞ്ഞു. ഇനി പുറത്തുള്ളതാണ് പറഞ്ഞത്. ഇതിൻ്റെ പുറത്തുള്ളത് അതിൻ്റെ വെളിയിലുള്ളത് വൈകാന. ഇനി പിന്നെ കുല്ലിയ ആയാൽ, ലമീറ മോൾക്ക് നടക്കണം കേട്ടോ, ഒരു കുല്ലിയ ആയാൽ, ഖാരിജൻ വെളിയിലുള്ളതായാൽ, എന്തിനെ തൊട്ട് വെളിയിൽ? അൻ ഹഖീഖത്തി അഫ്രാദിഹി, അഫ്രാദിൻ്റെ ഹഖീഖത്തിൻ്റെ പുറത്തുള്ളതായാൽ. ഒരു കുല്ലി എടുക്കുക, ആ കുല്ലിയിൻ്റെ അഫ്രാദ് എടുക്കുക, ഇങ്ങോട്ട് അഫ്രാദിൻ്റെ ഹഖീഖത്ത് നോക്കുക, ഇങ്ങോട്ട് ആ ഹഖീഖത്തിന് പുറത്താണോ ഇത് നോക്കുക. എന്നാൽ അവിടെ നോക്കണം. ഇൻകാന എന്താണ് ഫാട്ട് തിരിക്കണ അറിയോ? നമുക്ക് ആമും കിട്ടണം, ഹാസിം കിട്ടണം. ഇനി രണ്ടര ബാക്കിയുള്ളൂ, അർല് ആമും ഹാസിം. അതിന് ആമിയും ഹാസിം രണ്ട് തിരിക്കാൻ പോകുന്ന ആമിക്കായി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇൻകാന മഖ്സൂസം ബി ഹഖീഖത്തിൻ വാഹിദത്തിൻ ഫഹാസ, ഒറ്റ ഹഖീഖത്തിന് മാത്രമുള്ളതാണ്. ഇപ്പോൾ ലാഹിക്ക് അറിയും പോലെ ഉദാഹരണം പറയുന്നുണ്ട്. ലാഹിക്ക് എന്നറിയും ചിരിക്കുന്നത് എന്നതിനർത്ഥം. മനുഷ്യന് മാത്രമേ ചിരിക്കുകയുള്ളൂ, മനുഷ്യന് മാത്രമുള്ള സ്വഭാവമാണ്. എന്നാൽ ചിരിച്ചുകൊണ്ടാണോ മനുഷ്യനാണത്? അല്ല, അപ്പോൾ പുറത്തുള്ളതാണ്. ഇൻസാനാക്കണതിന് പുറത്തുള്ളതാണ് ചിരി പറഞ്ഞത്. എന്നാൽ ഇൻസാന് മാത്രമേ ഉള്ളൂ ആണ്. അങ്ങനെ വന്നാൽ അതിന് ഹാസ എന്നാ പേര്. ഇപ്പോൾ തുഅറഫു, അതിന് താരീഫ് അറിയപ്പെടും അന്നഹു കുല്ലിയുൻ അർളിയുൻ, അത് വെളിയിലുള്ളൊരു കുല്ലിയാണ്. മഖൂലും ഫി അഫ്രാദി ഹഖീഖത്തിൻ വാഹിദ ഫി ജവാബി ഐശൈൻ ഫി അർളിഹി, അർളിൽ എന്തെന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് ജവാബിലായി കൊണ്ട് പറയപ്പെടുന്ന ഒറ്റ ഹഖീഖത്ത് പദവിയിൽ മാത്രം പറയപ്പെടുന്ന അർളിയായ കുല്ലീയനാണ് എന്താ പറയുക? വെളിയിലുള്ള കുല്ലീനാണെന്ന് പറയുക, ഹാസ എന്ന് പറയുക. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കല്ലാഹിക്ക്, ലാഹിക്കാണ് അറിയും പോലെ. ആരെക്കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഇൻസാനോട് ചേർത്ത് നോക്കുമ്പോൾ ഇൻസാൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഹിക്കാണ് എന്ന് പറഞ്ഞാൽ ലാഹിക്ക് എന്ന കുല്ലി അതിൻ്റെ പുറത്തുള്ളതാണ്. ലാഹിക്കിൻ്റെ ഫർദാര നമ്മൾ സെയ്ദ് മെമ്പറും ബക്രും ഒക്കെ. സെയ്ദ് മെമ്പറൊക്കെ എന്താണ്? ഹൈവനാത്തിക്കിൻ്റെ പുറത്തുള്ള അല്ല ലാഹിക്ക് പറഞ്ഞത്. എന്നാൽ ഈ ലാഹിക്ക് എന്ന് പറഞ്ഞത് ഇൻസാൻ അല്ലാതെ വേറെ ആർക്കെ ഉണ്ടോ? ഇല്ല. അങ്ങനെ ആയ ഹാസാണ്. അല്ല, ഇനി വൈകാന ഹാരിജൻ,
ഇനി വെളിയിലൊക്കെ തന്നെയാണ്, പക്ഷേ മുസ്തറക്കം ബൈനൽ അക്കായിക്ക് പല അക്കീകത്തിൽ കൂറാക്കപ്പെടുന്നതാണെങ്കിൽ ഫോ അർദു നാമുൻ അതിന് അർലാമ് എന്ന് പറയും. ഇവിടെ 5 പറഞ്ഞിട്ടാണ് 4 പറയണ മൂപ്പര്. പക്ഷെ നമ്മൾ തൃത്തീവ് എണ്ണുമ്പോൾ അങ്ങനെ പറയാം, നൗ, ജിൻസ്, ഫസ്ല്, അർലാമ്, ഹാസ് അങ്ങനെ എണ്ണ. പക്ഷേ ഇയാൾ നമുക്ക് തിരിയാൻ വേണ്ടിയാണ് ആദ്യം ഏത് പറഞ്ഞു? ഹാസ് ആദ്യം പറഞ്ഞ. പിന്നെ അതിന് അർലാമ് എന്നാ പേര്. അറഫു അർലാമിന് താരീഫ് അറിയപ്പെടൽ എങ്ങനെ റബി അന്നഹു കുല്ലിയുൻ, അതൊരു കുല്ലിയാണ്. അർലിയുൻ വെളിയിലുള്ളത് തന്നെയാണ്. മക്കൂലുൻ ഫി അല ഉമൂരി മുഖ്തലിഫത്തിൽ ഹക്കായിക്ക്, ഹക്കീകത്ത് വ്യത്യസ്തമായ പലതിൻ്റെ മേലിലും പറയാൻ പറ്റുന്ന കുല്ലിയാണ്. കൽ മാഷി നടക്കുന്നത് അറിയും പോലെ. ഏതുപോലെ? അൽ മുസ്തറക്കി ബൈൻ ഇൻസാനി വൽ ഫാർസി വരീമ. ഇൻസാൻ എന്താണെന്ന് വെച്ചാൽ മാഷിയാണ് പറഞ്ഞാൽ അത് പോത്തല്ലാന്ന് കിട്ടുമോ? അല്ലെങ്കിൽ പോത്തെന്താന്ന് ചോദിച്ചപ്പോൾ പോത്തിന് കാണിച്ചു കൊടുത്താണ് ഇതെന്താന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞത്? മാഷിയാണ് പറഞ്ഞാൽ എന്താ കിട്ടുള്ളൂ? അത് പിന്നെ മരല്ല ഏതല്ലാന്ന് കിട്ടി, കല്ലല്ല എന്നൊക്കെ കിട്ടി, എന്നായി കവിഞ്ഞ് ഏത് കിട്ടൂല? പിന്നെ ഇത് കിട്ടൂല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വസ്തുവിന് മാത്രമുള്ള അല്ല മാഷിയാകുക എന്നാണത്. ചിരിക്കുക എന്നത് ആർക്ക് മാത്രമുള്ളതാണ്? ഇൻസാനിന് മാത്രമുള്ളതാണ്. ഇങ്ങനെ വന്നിട്ടുണ്ട് എങ്കിൽ പലരും ഉണ്ടാകുന്നതാണെങ്കിൽ അർള് ആമാണ്. എന്നാൽ ഇതിൻ്റെ പുറത്തുമാണ് ഹക്കീകത്ത്, അഫ്രാദിൻ്റെ ഹക്കീകത്തിൻ്റെ പുറത്തുമാണ്. നടക്കണമെന്നാണോ ഇൻസാനാണത്? നടക്കണമെന്നാണോ പോത്താണത്? അല്ലല്ലോ. പിന്നെ അൽ മുസ്തറക്കി ബൈനൽ ഇൻസാനി വർസി വരീമ വ കുല്ലു വാഹിദും മിന്നുമാ. ഇനി അർള് ആമ് ഹാസ് ഈ രണ്ടിൽ നിന്നല്ല അല്ല ഓരോന്നും. ഇൻകാൻ ഇംഫിക്കാക്കുഹു മുംതനിയൻ അൽ മഅറൂലിഹി, അതതിൻ്റെ മഅറൂലിനെ തൊട്ട് ആരുളുണ്ടാവും, മഅറൂലുണ്ടാവില്ലേ? ഷംസിൽ നിന്ന് ആരുളാണ് ഇത് പ്രകാശം. അപ്പോൾ ഷംസിനും മഅറൂല് അറിയും, ഇതിന് ആരുള് അറിയും അതിന്. അപ്പോൾ മഅറൂദിനെ തൊട്ട് ആരുള് വിട്ടുപിരിയാൻ പാടില്ല എന്നെങ്കിൽ, അസംഭവ്യമാണ് എങ്കിൽ അതിനെന്താ പേര് അറിയോ? ഫലാസിമുൻ. അതിന് അർള് ലാസിമ് എന്നാ പേര്. എന്താണ് പേര്? അർള് ലാസിമ് എന്നാ പേര്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ, അഥവാ ഇംഫിക്കാക്കിന് കുഴപ്പമൊന്നുമില്ല, ഇംഫിക്കാക്ക് ഉണ്ടാവുക ചെയ്യാം, അങ്ങനെയാണെങ്കിൽ അർള് മുഫാരിക്കുൻ. അതിനെന്ത് പേര്? അർള് മുഫാരിക്ക് എന്ന പേര്. ഇനി ഉദാഹരണം പറഞ്ഞുതരാം, 2 ഉദാഹരണം പറഞ്ഞുതരാം. ഹാസക്ക് ഉദാഹരണം ലാസിമത്തു, ലാസിമും രണ്ടും പറയണ്ടേ? ഏത്? പിന്നെ 2 ഉദാഹരണം പറയണ്ടേ? ലാസിമിനും മുഫാരിക്കിനും ഉദാഹരണം പറയണ്ടേ? ലാസിം ഉദാഹരണം കേട്ടോളി ആദ്യം. ലാസിമ ഹാസക്ക് ഉദാഹരണം കിതാബത്ത് പോലെ ബിൽക്കുവ കാത്തിബാകുക. ആരോട് ചേർത്തി നോക്കുമ്പോൾ നിസ്ബത്തിൽ അഫ്രാദിൽ ഇൻസാനി, ഇൻസാന്റെ ഫർദ് ചേർത്തി നോക്കുമ്പോൾ കാത്തിബാകുക. ബിൽക്കുവ കാത്തിബാകുക, ബിൽക്കുവ കാത്തിബാകുക, ബിൽ ഫീല് കാത്തിബാകുക രണ്ടുണ്ട്. ബിൽക്കുവ കാത്തിബാകുക എന്നാണ് എഴുതണമെന്ന് വിചാരിച്ചാൽ എഴുതാൻ വയ്ക്കുമെന്ന്. അതിനാണ് എന്താ പറയുക? ബിൽക്കുവ കാത്തിബാകാൻ. ബിൽ ഫീല് കാത്തിബാകാൻ എഴുതി കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. കുവ്വ കാത്തിബാകുക എന്നാലോ എഴുതാനുള്ള മലക്ക അവൻ്റെ കഴിവ് അവൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇൻസാനെ കൊള്ള ചേർത്തി നോക്കുമ്പോൾ കാത്തിബാകുക എന്ന് പറഞ്ഞത് ഓന് വിട്ട് വിരിയില്ല, എപ്പോഴും ഓനുണ്ടാവും. മനുഷ്യനാണോ ഓന് എഴുതാനുള്ളൊരു മലക്കം അവനുണ്ടാവും എന്തായാലും. പഠിച്ചിട്ടുണ്ടെങ്കിലും മതി. പോത്തിനോട് എന്ത് ചെയ്യാൻ കഴിയൂല? കിതാബത്ത് മലക്കുണ്ടാക്കാൻ കഴിയൂല. ഇനി ഒരു ഹാസത്ത് മുഫാരിക്കാം. ഇനി വിട്ട് പിരിയുന്ന ഹാസക്ക് ഉദാഹരണം പറഞ്ഞുതരാം. കിതാബത്ത് ബിൽഫീരി കണ്ടോ? ബിൽഫീരി കാത്തിബാ എഴുതി കൊണ്ടേ നിൽക്കുക എന്നാണ്, ഇങ്ങനെ എഴുതി കൊണ്ട് നിൽക്കുക എന്നാണ്. അതെന്താണ്? ബിനിസ്ബത്തി ലേഹ ഇൻസാനോട് ചേർത്തി നോക്കുമ്പോൾ എഴുതി കൊണ്ട് ഇങ്ങനെ ബിൽഫീരി കാത്തിബാക എന്നാണത്. വിട്ട് പിരിയാം, എഴുതി കൊണ്ട് നിൽക്കുകയും ചെയ്യാം. പിന്നെ ഇനി അർള് ആമിന് മിസാൽ പറഞ്ഞാൽ ലാസിമായ അർള് ആമ് പലതിനും പറയാൻ പറ്റണമെങ്കിൽ അർള് ആമ് അറിയാം. ഏതുപോലെയൊക്കെ മഷി നടത്തം പോലെ ബിൽക്കുവത്തി ബിനിസ്ബത്തി അഫ്രാദിൽ ഹൈവാനി, ഹൈവാന്റെ ഫർദ് ചേർത്തി നോക്കിപ്പെട്ടുള്ള ബിൽക്കുവ നടക്കുന്നവനാകുക എന്ന് പറഞ്ഞത്. പോത്തിന് നടക്കുക എന്നുള്ളത് എന്താണ്? നടക്കാം അല്ലേ? ബിൽക്കുവല്ലേ എപ്പോഴും ഉള്ളതല്ലേ. ഇഞ്ഞോ പോലെ അർലാമിൽ മുഫാരിക്ക് അർലാമിൻ ഇസാൽ മഷി ബിൽ ഫീൽ ബിനിസ്ബത്തി ലേഖ, ഈ ഹൈവാന്റെ ഫർദ് ചേർത്തി നോക്കിയിട്ട് ബിൽ ഫീൽ മഷിയ നടന്നുകൊണ്ടേ നിൽക്കുക തന്നെ വിട്ടിരിയില്ലേ?